ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് കാലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ തുടങ്ങിയ 1200-ൽ പരം ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ദ്രവ്യങ്ങൾ കാർബൺ ഡേറ്റിംഗ് ടെക്നിക്കിന് വിധേയമാക്കിയപ്പോൾ ലഭിച്ച സൂചന പ്രകാരം BC 8275-കളിൽ ആരംഭിക്കുന്നു ഈ നാടിന്റെ ചൈതന്യവത്തായ പൈതൃകം. ഇനിയും ഒരു പക്ഷേ പുറകോട്ട് പോകാം. എങ്കിലും ലഭ്യമായ പഠനങ്ങളുടെ കൂമ്പാരങ്ങൾ ഒരുമിച്ചെടുത്താൽ BC 8275 plus AD 2007, if you are adding together, you can see that more than 10,000 years of historical evidences can be accumulated here. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സമൂഹം ഈ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്നു. ഏതാണ്ട് 10,000 ഡിവൈഡഡ് ബൈ 20, 500 തലമുറ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ഈ നാട് മരിച്ചില്ല, ഈ നാടിന്റെ സംസ്കാരം നശിച്ചില്ല. കൃത്യം കണക്കെടുത്താൽ 750 വർഷം AD 995 മുതൽക്ക് ഇങ്ങോട്ടെടുത്താൽ 750 വർഷം വിദേശികൾ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചിട്ടും നശിപ്പിച്ചിട്ടും കൊന്നൊടുക്കിയിട്ടും തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചതെല്ലാം അപ്രകാരം ചെയ്തിട്ടും ഇത് മരിച്ചില്ല, ഇത് നശിച്ചില്ല. ഇന്നും ചിര പുരാതനമായി, നിത്യനൂതനമായി, സനാതനമായി ഇത് നിലനിൽക്കുന്നു. ഭാരതത്തിന്റെ സംസ്കാരം ഹിന്ദുവിന്റേതാണ്, ഭാരതത്തിന്റെ സംസ്കാരം ക്രിസ്ത്യാനിയുടേതാണ്, ഭാരതത്തിന്റെ സംസ്കാരം മുസൽമാന്റേതാണ്. ഭാരതീയ സംസ്കാരം ഇടതുപക്ഷക്കാരുടെയും വലതുപക്ഷക്കാരുടെയും മധ്യപക്ഷക്കാരുടേതുമാണ്. ഭാരതീയ സംസ്കാരം ഈശ്വര വിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയുമാണ്. കാരണം അതെല്ലാം ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബൈ വേ ഓഫ് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. ഈ നാട്ടിൽ മാത്രമാണ് ഈ 4 വാക്കുകൾക്ക് ഇത്രയും അധികം പ്രാധാന്യമുണ്ടായിട്ടുള്ളത്. അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്നു ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം. ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ എന്താണ് സംസ്കാരം, അതിൽ നിന്ന് എന്താണ് ധർമ്മം എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ നാടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു. ഇത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ ചോദ്യമായിട്ട് മുമ്പോട്ടിടുന്നില്ല. ഒരു 10,000 വർഷത്തെ സനാതന ധർമ്മം ഇവിടെ നിലനിന്നിരുന്നിട്ടും അതിനിടയ്ക്ക് വേദങ്ങൾ രചിക്കപ്പെട്ടിട്ടും ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ ഇവിടെ എഴുതപ്പെട്ടിട്ടും നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഭാരതം എന്ന വാക്ക് ഭാവ, രാഗ, താളം 3 ചേർന്ന ഈ ഭാരതം ദുഷ്യന്തന്റെ മകൻ, ശകുന്തളയുടെ മകൻ ഭരതൻ ഭരിച്ച ഒരു രാഷ്ട്രം. അന്ന് മുതൽക്ക് ഇതിന് ഭാരതം എന്ന് പേരിട്ട. അന്ന് എഴുതി വയ്ക്കാമായിരുന്നു മന്ത്രം ഭാരതീയാഹ
സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ എഴുതിയില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ എഴുതിയില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണ്. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കണം. സർവേ സന്തു നിരാമയ, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും മംഗളകരമായി കാണുവാൻ ഇടവരണം. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ഒരിക്കലും ഒരുവൻ പോലും ദുഃഖിക്കുന്നവനായിട്ട് ഉണ്ടാകരുത്. ഇവിടെ എന്റെ ഈശ്വരനെ പൂജിക്കുന്നവൻ, എന്റെ ഗ്രന്ഥത്തെ പൂജിക്കുന്നവൻ, എന്റെ ഋഷിയെ പൂജിക്കുന്നവൻ, ഞാൻ ഫോളോ ചെയ്യുന്ന പാത്വേ മാത്രം അനുസരിച്ച് നടക്കുന്നവൻ, അവൻ സുഖമായിരിക്കണം, അവൻ സന്തോഷവാനായിരിക്കണം, അവൻ ആരോഗ്യവാനായിരിക്കണം, അവൻ ദുഃഖിക്കരുത് എന്നീ നാട്ടിൽ പറഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ പറഞ്ഞത് നിങ്ങൾ ആരുമാകട്ടെ, എവിടെ നിന്ന് വന്നവനാകട്ടെ, ഏത് ചിന്താധാരയുള്ളവനാകട്ടെ, let us exist together, let us share the result of the work together, let us work together, let us enlighten ourselves, let us not have hatred towards anybody, let noble thoughts come towards us from all over the world. Sahana vavadu, sahanau bhunaktu, sahaviryam karavavahai, tejasvinavadhitamastu, ma vidvishavahai. സിമ്പിളായിട്ടുള്ള സംസ്കൃതം വേദമന്ത്രങ്ങളുടെ ശാന്തി മന്ത്രമായി ഉപനിഷത്തുക്കളിൽ വിരാജിക്കുന്നു. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എന്റെ സംസ്കാരത്തിലുള്ളവർ മാത്രം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകട്ടെ, എന്റെ സംസ്കാരത്തിലുള്ളവർ മാത്രം അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് പോകട്ടെ, എന്റെ ചിന്താധാരയുള്ളവർ മാത്രം ജീവിത ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അസതോ മാ സദ്ഗമയ, ഞങ്ങളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണം. തമസോ മാ ജ്യോതിർഗമയ, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം. മൃത്യോർമാ അമൃതം ഗമയ, ജീവിത ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം എന്ന് പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളുടെ അടിത്തറ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈ ലോകം തന്നെ ഒരു പക്ഷിക്കൂടാണ്. അതിനകത്ത് വ്യത്യസ്ത ശബ്ദം ഉണ്ടാക്കുന്ന വ്യത്യസ്ത നിറങ്ങളുള്ള പക്ഷികളുണ്ടാകണം. അതാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഒരു തരം പക്ഷിക്ക് മാത്രമല്ല, ഒരു തരം ചെടി മാത്രം വളരുന്ന ഒരു വനമല്ല, എല്ലാ ചെടികളും വളരുന്ന വനം, എല്ലാ പക്ഷികളും വിഹരിക്കുന്ന ഭവത്യേകനീടം ഒറ്റ കൂട്ടുകെട്ടായി മാറണമെന്ന് പറഞ്ഞവരാണ് നമ്മൾ. അയം മാതാ പൃഥ്വി, ഈ ഭൂമി എന്റെ മാതാവാണ്. പുത്രോഹം പൃഥിവ്യ, ഈ ഭൂമിയുടെ മകനാണ് ഞാൻ. നിങ്ങളും ഭൂമിയുടെ മകൻ, ഞാനും ഭൂമിയുടെ മകനെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരേ അമ്മയുടെ മക്കള്. സഹോദര ബന്ധത്തിന്റെ ഉജ്ജ്വലമായ ചൈതന്യത്തിലേക്ക് എത്തിയ ഒരു രാഷ്ട്രം. കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് എള്ളും അതുപോലെ തന്നെ തുളസിയും കറുകയും എടുത്തൊരു പിതൃതർപ്പണം പതിവുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. 23 വരികളുള്ള മന്ത്രത്തിന്റെ അവസാനത്തെ വരി ഇതാണ്: സപ്ത ദ്വീപനിവാസീനാം പ്രാണീനാം അക്ഷയ്യം ഉപദിഷ്ടതു. സപ്ത 7 ദ്വീപ കോണ്ടിനെന്റ് നിവാസീനാം ജീവിക്കുന്ന പ്രാണീനാം ജീവജാലങ്ങൾക്ക് അക്ഷയ്യം ക്ഷയമില്ലാത്ത അവസ്ഥ ഉപദിഷ്ടതു ഉണ്ടായിത്തീരണമേ ജഗതീശ്വര. അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന പിതൃകർമ്മത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിച്ച മന്ത്രമാണ്
സപ്തദ്വീപനിവാസീനാം പ്രാണീനാം അക്ഷയമുപതിഷ്ഠതും. എല്ലാ ജീവജാലങ്ങൾക്കും ലോകത്തിലെ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങള്, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികള്, സർവചരാചരങ്ങളും ഈ ഭൂമിയില് ഒരൊറ്റ കുടുംബത്തിൽ വസിക്കുന്ന കുടുംബാംഗങ്ങളെ പോലെ ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. പ്രകൃതിയെ ഹേ അർജുന മാനവരാശി നന്മയിലേക്ക് നയിക്കണം.